ഇതുപോലെ ഒറ്റക്കെട്ടായ ഒരു തെരഞ്ഞെടുപ്പ് റാന്നിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. എവിടെ പോയാലും നമ്മുടെ പ്രവർത്തകന്മാർക്ക് ജയിക്കണമെന്നൊരു ആവേശമാണ്. ജയിച്ചേ തീരൂ. ജയത്തിൽ കുറഞ്ഞൊന്നും നമുക്ക് ഒരു ലക്ഷ്യമല്ല എന്നുള്ള നിലയിൽ നേതാക്കന്മാരും പ്രവർത്തകരും അണിനിരക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നമ്മുടെ പക്ഷത്തായിരിക്കും. ഈ വിജയം പഴകുളം മധുവിനെ MLA ആക്കാനല്ല, അതിന് മാത്രമായ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. ഈ തെരഞ്ഞെടുപ്പ് എനിക്കെന്തെങ്കിലും ഒരു പുതിയ സ്ഥാനം തരിക, ഒരു കിരീടമെൻ്റെ ശിരസിൽ അണിയിക്കുക എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ, റാന്നിയിലെ ജനങ്ങൾ, വടശ്ശേരിക്കരയിലെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ദൈനംദിനമായി ഉണ്ടായി വന്ന സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇവയ്ക്കെല്ലാം പരിഹാരം കാണാനുള്ള ജനങ്ങളുടെ അഭിലാഷം പൂവണിയിച്ച് കേരളത്തിൽ ഒരു ഭരണമാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ ഭരണം പോണം, ഈ ഭരണം മാറണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളെ അവരുടെ അഭിലാഷം പൂർത്തീകരിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ്. നിശ്ചയമായും നമുക്ക് ആ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയും. നമുക്ക് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞാലേ നമ്മൾ ജയിക്കൂ. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് കൺവെൻഷൻ വിജയിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ